प्रवोयन्तु भीताः तदिन्द्राग्नी कृणुतां तद्विशाखे तन्नो देवा अनुमदन्तु यज्ञम् पश्चात् पुरस्तादभयन्नो अस्तु नक्षत्राणामधिपत्नी विशाखे श्रेष्ठाविन्द्राग्नी भुवनस्य गोपौ विषूचशत्रून् भवाधमानौ अपक्षुतन्नुत तामरातिम् पूर्णा पश्चादुत पूर्णा पुरस्तात् उन्मध्यदपौ पूर्णमासी जिगाया तस्य देवा अधिसर्वगं सन्तः उत्तमेनाग इकमादयन्तां पृथ्वी सुवर्चा युभति सजोषाः पौर्णमासु जगाच्चोभमाना आप्याययन्ति दुरितानि विश्वा उरुन्दुहा यजमानाय यज्ञम् ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പം ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു അധികരണം അഞ്ചാമത്തെ അധികരണം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ആറാമത്തെ അധികരണമാണ് ആനന്ദമയ അധികരണം. അപ്പോൾ ഈ കഴിഞ്ഞ 5 വരെയുള്ള അധികരണങ്ങളിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി എന്നുള്ള സ്ഥാനം ഉള്ളത് ബ്രഹ്മത്തിന് തന്നെയാണ് എന്ന് കാണുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഈ തൈത്തിരീയോപനിഷത്തിൻ്റെ ഈ മന്ത്രം എടുത്തുകൊണ്ടാണ്. അതായത് രണ്ടാമത്തെ ദ്വിതീയ ബ്രഹ്മാനന്ദവല്ലി ബ്രഹ്മവിദാപ്നോതി പരം തദ്ദേശാഭ്യുക്ത സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ ഈ ഭാഗമുണ്ടല്ലോ. അവിടെ തസ്മാത് വാ ഏതസ്മാത് ആത്മനഃ ആകാശസംഭൂതഃ, ഈ ആത്മാവിൽ നിന്നാണ് ആകാശമുണ്ടായത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ തസ്മാത് വാ ഏതസ്മാത് ആത്മന ആകാശസംഭൂതഃ, ആത്മാവിൽ നിന്നാണ് ആകാശം ഉണ്ടായത് എന്ന് തുടങ്ങുന്ന ഈ ഭാഗം, അതായത് പ്രധാനത്തിൽ നിന്നല്ല, അല്ലെങ്കിൽ മറ്റൊരു കാരണം ഇതിനില്ല എന്നുള്ളത് ഇവിടെ സ്ഥാപിച്ചെടുത്തു. അപ്പോൾ അതിനുശേഷം അപ്പോൾ ബ്രഹ്മം ഇത് തന്നെയാണ് സദേവ സൗമ്യ ഇതമഗ്രാസീത് എന്നുള്ള ആ ഭാഗത്തോടെ നമ്മൾ അതും കാണുകയുണ്ടായി. അതായത് സത്ത് എന്ന് പറയുന്നത് ആത്മാ എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്, ബ്രഹ്മത്തെ തന്നെയാണ് പറയുന്നതെന്ന് കണ്ടു. അപ്പം ഇപ്രകാരം ഇവിടെ ഈ ബ്രഹ്മത്തിൽ നിന്നാണ് എന്ന് സ്ഥാപിച്ച ശേഷം പിന്നീട് എന്തിനാണ് ഈ ബ്രഹ്മോപദേശം കൊടുക്കുന്നത് എന്നുള്ളതിനും കൂടെ ഒരു സൂത്രത്തിൽ അത് പറയുകയും ചെയ്തു. തന്നിഷ്ടസ്യ മോക്ഷത്തെക്കുറിച്ചുള്ള ആ ഒരു സൂത്രം ഉണ്ടല്ലോ, തന്നിഷ്ടസ്യ മോക്ഷോപദേശാത്, അതിൽ നിഷ്ഠ ലഭിച്ചു കഴിഞ്ഞാൽ മോക്ഷമാണ് ലഭിക്കുന്നത്. ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്, ബ്രഹ്മനിഷ്ഠ മറ്റൊന്നിനു വേണ്ടിയിട്ടുള്ളതല്ല. മോക്ഷമാണ് പുരുഷാർത്ഥം. അപ്പോൾ പുരുഷാർത്ഥപ്രാപ്തി ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സാരം എന്ന് പറയുന്നത്. അത് ധർമാർത്ഥ കാമ മോക്ഷത്തിൽ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മത്തെ അറിയുന്നത്. അതായത് ബ്രഹ്മത്തെ അറിയാൻ മറ്റൊരു കാരണമില്ല, ബ്രഹ്മത്തെ അന്വേഷിച്ച് പോകേണ്ടുന്നതായ മറ്റൊരു കാരണം ഇല്ല എന്ന്. ഇത് വെറും ഒരു ആകാംക്ഷയുടെ പുറത്തുള്ളതല്ല ഈ ബ്രഹ്മാന്വേഷണം. പകരം മോക്ഷസിദ്ധിക്ക് ബ്രഹ്മപ്രാപ്തിയാണ് വേണ്ടത്, അതിനാലാണ് ബ്രഹ്മാന്വേഷണം. അപ്പോൾ ഈ ഒരു സംബന്ധം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പ്രകരണത്തിലുള്ള
അടുത്ത ഒരു ഭാഗമാണ് ഈ പഞ്ചകോശ വിവേകം എന്നുള്ളത് അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന ഒന്നാണ്. പഞ്ചകോശ വിവരണം, അതായത് ഈ രണ്ടാമത്തെ വല്യായിട്ടുള്ള ബ്രഹ്മാനന്ദവല്ലിയുടെ അന്നാദ്വൈ പ്രജായന്തി അവിടെ തൊട്ട് തുടങ്ങുന്നത് അന്നമയകോശ നിരൂപണം. അത് കഴിയുമ്പോൾ അവിടെ അന്നമയ തസ്മാദന്നം തദുച്യത ഇതി തസ്മാത് വായേ തസ്മാത് അന്നരസമയാത് അന്യോന്തര ആത്മാ പ്രാണമയ. ഇങ്ങനെ പ്രാണമയത്തെ സംബന്ധിച്ചിട്ടുള്ളത് അടുത്തതിലേക്ക് പോകുന്നു. ആദ്യം അന്നമയത്തെക്കുറിച്ച് സംസാരിച്ചു, പിന്നീട് പ്രാണമയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇതാണ് ഈ പഞ്ചകോശ നമ്മൾ വിവേകം. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഞ്ചകോശ അന്നമയ പഞ്ചകോശങ്ങളെന്ന് പറയുന്നത് അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം. ഇങ്ങനെയുള്ള 5 കോശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ 5 കോശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യം അന്നമയത്തെക്കുറിച്ച് പറഞ്ഞു, രണ്ടാമത് പ്രാണമയത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ പ്രാണമയത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ നമുക്ക് കാണാം പ്രാണമയാത്മാ എന്ന ഒരു പ്രയോഗം കാണാം. പ്രാണമയാത്മാ, അന്യോന്തരാത്മാ പ്രാണമയ. അപ്പോൾ അന്യഃ അന്തരഃ ആത്മാ പ്രാണമയ. ഇതാണ് ചർച്ച. അതായത് ഈ അന്നമയത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന അന്യവും എന്നുള്ള ആ പ്രയോഗമുണ്ട്, അന്തരവും ആയിട്ടുള്ളത് പ്രാണമയ ആത്മാവാകുന്നു. അവിടെ പ്രാണന് ആത്മശബ്ദത്തോടുകൂടി ചേർത്താണ് പറയുന്നത്. അപ്പോൾ ആത്മാന്വേഷണമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ആത്മാന്വേഷണത്തിൽ അന്നമയത്തെ കടന്നിട്ട് ആദ്യം പ്രാണമയ ആത്മാവിലേക്കാണ് എത്തുന്നത്. എന്തുകൊണ്ടാണ് പ്രാണനെ പ്രാണമയ ആത്മാവാക്കുന്നത് തുടങ്ങിയിട്ടുള്ള ചർച്ചകളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം അതിൻ്റേതായിട്ടുള്ള ഇടങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. പ്രാണമയ ആത്മാ കടന്നു കഴിഞ്ഞാൽ പ്രാണമയ അന്യോന്തരാത്മാ മനോമയ ഇങ്ങനെ അടുത്തത് പോകുന്നുണ്ട്. അപ്പോൾ പ്രാണമയത്തെക്കുറിച്ച് പ്രാണമയ കോശത്തെക്കുറിച്ചുള്ള വിവരണമെല്ലാം കഴിഞ്ഞ ശേഷം പ്രാണമയ കോശത്തിൻ്റെ ഉള്ളിൽ അന്യഃ അന്തരഃ ആത്മാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രാണമയ കോശത്തിൻ്റെ അന്തരഃ എന്ന് പറഞ്ഞാൽ ഉള്ളിലായി, അന്യഃ വേറിട്ടതും ആയിട്ടുള്ള ആത്മാവുണ്ട്. ആ ആത്മാവാണ് അന്യോന്തരാത്മാ മനോമയ. മനോമയമായിട്ടുള്ള ആത്മാവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ മനോമയ ആത്മാ എന്നവിടെ എത്തി. നമ്മൾ മനോമയ കോശം എന്നാണ് ആദ്യം കണ്ടത്. പക്ഷേ ഉപനിഷത്തിലേക്ക് വരുമ്പോൾ മനോമയ ആത്മാ, അതിനുശേഷം പിന്നീട് അന്യോന്തരാത്മാ വിജ്ഞാനമയ എന്ന്. ഇപ്പോൾ മനോമയ കോശത്തെക്കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും അവിടെ പൂർത്തിയായി. മനോമയ കോശത്തിനെയും അതിക്രമിച്ചുകൊണ്ട് നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ഈ അടുത്തതിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അത് അന്തരഹ, അന്യഹ, ഈ 2 എണ്ണം ഉണ്ട്. ഓരോ സന്ദർഭത്തിലും ഉപയോഗിക്കുന്ന ഈ വാക്കുകൾ എന്ന് പറയുന്നത് അന്യഹ, അന്തരഹ. അകത്താണ്, അന്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അടുത്തത് നമ്മൾക്ക് ഇതേ ക്രമത്തിൽ പോവുകയാണ്. വിജ്ഞാനമയ ആത്മാ എന്ന്. പിന്നത്തെ പോകുന്നത് വിജ്ഞാനമയ ആത്മാവിലേക്കാണ് പോകുന്നത്. അവിടെയും അന്യഹ അന്തരഹ എന്നുള്ളതാണ്. തസ്മാത് വാ ഏതസ്മാത് മനോമയാത് അന്യഃ അന്തരഃ ആത്മാ വിജ്ഞാനമയ. ഇങ്ങനെയാണ് പോകുന്നത്. ഇത് രണ്ടാമത്തെ വരിയിലെ 4ാമത്തെ മന്ത്രം. അപ്പോൾ ആ ഒരു ഭാഗം മുഴുവൻ ഇതിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. അപ്പോൾ വിജ്ഞാനമയത്തിലേക്ക് എത്തി.
നമ്മളെത്തുന്നത് വിജ്ഞാനമയ ആത്മാവിലേക്കാണ് എത്തുന്നത്. നമ്മൾ പഠിച്ചത് വിജ്ഞാനമയ കോശവും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വിജ്ഞാനമയ ആത്മാ. അപ്പോൾ വിജ്ഞാനമയ ആത്മാവിലെത്തിക്കഴിയുമ്പോൾ അടുത്തത് എന്താ? വിജ്ഞാനമയ ആത്മാ എന്ന് പറയുന്നത് അത് തന്നിഷ്ടസ്യ മോക്ഷോപദേശാത് എന്നതുകൊണ്ട് യാതൊന്നിൽ നമുക്ക് നിഷ്ഠ ലഭിക്കുന്നുവോ അതാണ് നമുക്ക് മോക്ഷപ്രാപ്തി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നിഷ്ഠയാണെങ്കിൽ ഇതായിരുന്നു മോക്ഷപ്രാപ്തി എന്ന് പറയാമായിരുന്നു. അപ്പോൾ വിജ്ഞാനമയനിൽ നിൽക്കുവാൻ പാടില്ല എന്ന്. അപ്പോൾ വിജ്ഞാനമയനിൽ നിന്നും പിന്നെയും പോകണം എങ്ങോട്ടേക്ക്? അവിടെയാണ് അടുത്തത് വിജ്ഞാനമയാത്. തസ്മാത് വാ ഏതസ്മാത് വിജ്ഞാനമയാത്. ഈ വിജ്ഞാനമയനിൽ നിന്ന് അന്യഃ അന്തരഃ ആത്മാ ആനന്ദമയഃ. അന്യമായിട്ടുള്ള അന്തരാത്മാവ് ആനന്ദമയൻ എന്നുള്ളതിലെത്തി. അപ്പോൾ ആനന്ദമയത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നു. അപ്പോൾ ആനന്ദമയത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഇതിന് ശേഷം അന്യഃ അന്തരഃ ആത്മാ എന്നൊരു പ്രയോഗം ഇവിടെ കാണുന്നില്ല. ഇവിടെ ഇപ്പം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. അന്യോന്തരാത്മാനന്ദമയഃ തേനൈഷ പൂർണ്ണഃ. പിന്നെ സവായേഷ പുരുഷവിധ ഏവ തസ്യ പുരുഷവിധതാം അന്വയം പുരുഷവിധഃ തസ്യ പ്രിയമേവ ശിരഃ. ശിരസിനെ കുറിച്ച് പറഞ്ഞു. മോദോ ദക്ഷിണ പക്ഷഃ. ദക്ഷിണപക്ഷത്തെക്കുറിച്ച് പറഞ്ഞു. ചിറക്. പക്ഷം എന്ന് പറയുന്നത് ചിറക്. പ്രമോദ ഉത്തര പക്ഷഃ. ഉത്തരപക്ഷത്തെക്കുറിച്ചുള്ള ഉത്തര ഭാഗത്തുള്ള ചിറകിനെക്കുറിച്ചും പറയുന്നത്. അതായത് പക്ഷികൽപ്പനയായിട്ടാണ്. അതിൽ ഇടതുഭാഗത്തും വലതുഭാഗത്തുമുള്ള ചിറകുകളെക്കുറിച്ചും അതേമാതിരി ശിരസ്സിനെക്കുറിച്ചും പറഞ്ഞു. പ്രിയമേവ ശിരഃ. പ്രിയമാണ് ശിരസ് എന്ന് പറഞ്ഞു. മോദമാണ് ദക്ഷിണ പക്ഷം. പ്രമോദമാണ് ഉത്തരപക്ഷം. ഇതെന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ആനന്ദമയ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ആനന്ദമയ ആത്മാവ് ഒരു പക്ഷിയാണ്. ആ പക്ഷിയുടെ ശിരസ് ഇതാണ്. ഇടതും വലതുമുള്ള ചിറകുകൾ ഇതാണ്. പ്രമോദ ഉത്തര പക്ഷഃ ആനന്ദ ആത്മാ. അവിടെ ഒരു ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആനന്ദ ആത്മാ. ആനന്ദമാണ് ആത്മാ എന്ന്. അപ്പം മറ്റുള്ളിടത്ത് എല്ലായിടത്തും ഇതേമാതിരി അവിടെ ആത്മാവിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഈ വിജ്ഞാനമയത്തെക്കുറിച്ച് പറയുമ്പോൾ യോഗ ആത്മാ. യോഗമാണ് ആത്മാ എന്നാണ് അവിടെ പറഞ്ഞത്. ഇനി മനോമയ കോശത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴോ? മനോമയ കോശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദേശ ആത്മാ. ആദേശമാണ് ആത്മാവിനെ കുറിച്ച് പറഞ്ഞത്. അപ്പം ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആനന്ദ ആത്മാ. ഇവിടെ ആനന്ദമാണ് ആത്മാ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ അടുത്ത വാക്കാണ് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ. ബ്രഹ്മമാണ് ഇതിൻ്റെ വാല്. പുച്ഛം വാല്. ബ്രഹ്മമാണ് ഇതിൻ്റെ വാല്. ഇങ്ങനെ ബ്രഹ്മ ആണ് വാല് എന്ന് വരെ പറഞ്ഞ് അവിടെ നിർത്തി. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് ആനന്ദമയ കോശം എന്നുള്ള ഒരു പ്രയോഗമാണ് ഇവിടെയുള്ളത്. അപ്പോൾ ആനന്ദമയ കോശത്തിൽ നിന്ന് ആനന്ദമയ ആത്മാ എന്നതിലേക്കാണ് ഉപനിഷത്തിലെ പ്രയോഗം എത്തുന്നത്. അതുകൊണ്ട് ഇവിടെ കാണുന്നത് ആനന്ദമയ ആത്മാ. അപ്പം ഈ ആനന്ദമയ ആത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മത്തെക്കുറിച്ചാണോ എന്നതാണ് ഈ അധികരണത്തിൻ്റെ ചോദ്യം. അപ്പോൾ ഈ അധികരണം എന്ന് പറയുന്നത് ആനന്ദമയാധികരണത്തിലെ 12ാമത്തെ സൂത്രം തൊട്ടാണ് തുടങ്ങുന്നത്. 19ാമത്തെ സൂത്രം വരെ ഉണ്ട്. അപ്പം 12 തൊട്ട് 19 വരെയുള്ള ഈ 8 സൂത്രങ്ങൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിന്മേലാണ് നിൽക്കുന്നത്.
ആനന്ദമയൻ ആത്മാവാകുന്നുവോ? ഇതാണ് ചോദ്യം. ഇനിയിപ്പം ഈ അധികരണത്തിൽ, അതായത് ആനന്ദമയ അധികരണത്തിൽ 8 തൊട്ട് 12 തൊട്ട് 19 വരെയുള്ള സൂത്രങ്ങൾ അവിടെ പൂർവപക്ഷത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഇതിനകത്ത് സിദ്ധാന്തമില്ല. അതുകൊണ്ട് ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയേക്കണം, ഈ ആനന്ദമയ അധികരണം തന്നെ പൂർണ്ണമായിട്ടും പൂർവപക്ഷത്തിൻ്റെ അഭിപ്രായമാണ് എന്ന്. അതായത് സിദ്ധാന്തം എന്ന് പറയുമ്പോൾ അവിടെ ബ്രഹ്മമാണ് ജന്മാദ്യസ്യതഃ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മമാണ് എന്നുള്ളതിനകത്ത് അവിടെയാണ് സിദ്ധാന്തം നിൽക്കുന്നത്. അപ്പോൾ ആ സിദ്ധാന്തത്തിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ അതിനകത്തുനിന്ന് ആ തുടർച്ചയായിട്ട് പറയുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുക്തി ലഭിക്കണമെങ്കിൽ അതിന് നിഷ്ഠയുണ്ടായെങ്കിലേ മുക്തി ലഭിക്കത്തുള്ളൂ. അങ്ങനെയാകുമ്പോൾ ആനന്ദമയത്തിലാണ് നിഷ്ഠ എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ആനന്ദപ്രാപ്തിക്കാണല്ലോ എല്ലാവരുടെയും ശ്രമം നിൽക്കുന്നത്. അതുകൊണ്ട് ആനന്ദമയനാണ് ഇവിടെ ബ്രഹ്മം എന്നത് സ്ഥാപിക്കാൻ സാധിക്കുമോ? ഈ ഒരു ചോദ്യമാണ് നമുക്കിവിടെ കാണുന്നത്, ആനന്ദമയ അധികരണത്തിൽ കാണുന്നത്. ഇതിൻ്റെ അവസാനം ഭാഷ്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആനന്ദമയൻ എന്ന് പറയുന്ന ആനന്ദമയ ആത്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബ്രഹ്മമല്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത് ആ ഒരു ധാരണ ഇല്ലാണ്ട് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള പഠനം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതിനകത്ത് സിദ്ധാന്തം എന്ന് പറയുന്നത് ആനന്ദമയൻ തന്നെ ആത്മാവാണ് എന്ന് പറയുന്നത് പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് ഇതാദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക, പൂർണ്ണമായിട്ടും ഇത് പ്രതിപക്ഷമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള എന്തൊക്കെ തരത്തിൽ ഏതൊക്കെ ആർഗ്യുമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടാണ് ആനന്ദമയൻ ബ്രഹ്മമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഇതാണല്ലോ, ഇത് നമുക്കൊരു ചോദ്യം ഉണ്ടാവും. ആനന്ദവും ആനന്ദമയനും തമ്മിൽ എന്താ വ്യത്യാസം? ആനന്ദം തന്നെയല്ലേ ആനന്ദമയനെന്ന് പറഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ ആനന്ദമയാത്മാ എന്ന് പറയുമ്പോൾ ആനന്ദവുമുണ്ട് ആത്മശബ്ദവുമുണ്ട്. പിന്നെന്താ പ്രശ്നം? പിന്നൊരു മയട്ടെന്ന് പറയുന്ന ഒരു ശബ്ദമല്ലേ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞതായിട്ട് അങ്ങ് വിചാരിച്ചാൽ പോരെ. അതായത് അന്നമയം എന്ന് പറഞ്ഞു, പ്രാണമയം എന്ന് പറഞ്ഞു, മനോമയം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു പ്രാസം ഒപ്പിച്ചിട്ട് ഇവിടെ ഇപ്പോൾ ആനന്ദത്തിലേക്ക് എത്തിച്ചിട്ട് ആനന്ദമയം എന്നുള്ള ഒരു പ്രയോഗം നടത്തിയാൽ മതി എന്നുള്ള ഒരു സിമ്പിൾ ലോജിക്ക് തൊട്ട് എന്തൊക്കെ കൊണ്ടുവരാം ഇവിടെ ആനന്ദമയൻ ആത്മാവാണെന്ന് സ്ഥാപിക്കാൻ. ഇത് പൂർവപക്ഷമാണ്. അപ്പോൾ ഒന്നാമത്തെ അതിനുള്ള സൂത്രങ്ങളാണ്. അപ്പോൾ ആ സൂത്രം നമുക്ക് ഏതൊക്കെ സൂത്രമാണ് ഇത് പറയുന്നത്? ഒന്നാമത്തേത് ആനന്ദമയോ അഭ്യാസാത്, സൂത്രം 12 അവിടെ പറയുന്നത്. അപ്പം തസ്മാത് വിജ്ഞാനമയാത് അന്യഃ അന്തരഃ ആത്മ ആനന്ദമയ. അപ്പോൾ ആനന്ദമയ ആത്മാവാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആനന്ദമയനെ കുറിച്ചത് അഭ്യാസാത് എന്ന്. അപ്പോൾ ആനന്ദ ശബ്ദം അഭ്യാസം എന്ന് പറഞ്ഞാൽ ആവർത്തനം. അഭ്യാസം എന്ന് പറയുന്നത് ആവർത്തനത്തെയാണ്. അപ്പോൾ ശാസ്ത്രത്തിൽ നിരന്തരമായിട്ട് ആവർത്തിച്ചിരിക്കുന്ന ശബ്ദമാണ് ആനന്ദം. അതിനാൽ ആനന്ദമയൻ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ബ്രഹ്മത്തെ തന്നെയാണ് എന്ന്. അപ്പോൾ അതിനെന്താ, എങ്ങനെ എവിടെയൊക്കെ പറയുന്നുണ്ട്? കോ ഹ്യേവാന്യാത് കഫ് പ്രാണ്യാത് യദേശ ആനന്ദ നസ്യാത് യേഷ ഹി ഏവ ആനന്ദയാദി. തൈത്രീയത്തിലെ ഇതേ പ്രയോഗം തന്നെയുണ്ട്. ഈ ആനന്ദം ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചലിക്കും? കഫ് പ്രാണ്യാത്, എന്ത് ജീവിക്കും? ഈ ആനന്ദം തന്നെയാണ് എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നത് എന്ന് ആനന്ദത്തെ പ്രശംസിച്ചുകൊണ്ട് തൈത്രീയോപനിഷത്തിൽ പ്രയോഗമുണ്ട്. ഏതേതാ മന്ത്രം? പോഹേവാന്യാത്. ആനന്ദമില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് ഇവിടെ ജീവിക്കേണ്ടത്? ആർക്കും പിന്നെ ഇവിടെ ജീവിക്കേണ്ടതായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവത്തില്ല. കാരണം ആനന്ദം എന്ന് പറയുന്നത് ഒരു നമ്മുടെ മുന്നോട്ട് നമ്മളെ നയിക്കുന്ന ഒരു ഘടകമാണ്. ഇന്ന് വേദനിച്ചാലും നാളെ സുഖം ഉണ്ടാകും എന്നുള്ളൊരു സന്തോഷം എന്നുള്ള ഒന്നിലാണല്ലോ. അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന സന്തോഷത്തിൻ്റെ ഓർമ്മയിലോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള സന്തോഷത്തിലോ അതോ ഭാവിയിൽ സന്തോഷം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലോ ഇതിനൊക്കെയാണല്ലോ ജീവിതം കടന്നു പോകുന്നത്. അങ്ങനെയെല്ലാം പ്രതീക്ഷകളെല്ലാം അവസാനിക്കുമ്പോഴാണല്ലോ ആൾക്കാർ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ അതുകൊണ്ടാണ് പ്രാണ്യാത്, ആനന്ദമില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ആര് ജീവിക്കുമെന്ന്, ആർക്കും ജീവിക്കേണ്ട എന്നുള്ളത്. സൈവാനന്ദസ്യ മീമാംസാ ഭവതി, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഈ ശ്രുതിയിൽ ആനന്ദം എന്ന് പറയുന്നത് ആവർത്തിച്ചത്, അതായത് അഭ്യാസം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശ്രുതിയിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഈ ആനന്ദ ശബ്ദത്തിൻ്റെ ചില പ്രയോഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൈവാനന്ദസ്യ മീമാംസാ ഭവതി, ഈ ആനന്ദത്തിൻ്റെ മീമാംസ നടക്കുന്നു. മീമാംസ എന്ന് പറഞ്ഞാൽ വിചാരം നടക്കുന്നു. അതായത് ആനന്ദം ഓരോരുത്തർക്കും എത്ര എത്ര വെച്ച് കിട്ടുന്നു എന്നുള്ളതാണ്. ആരാണ് ഏറ്റവും കൂടുതൽ ആനന്ദിയായിട്ടുള്ളത്, ഇതാണ് ഒരു മീമാംസ. അപ്പോൾ അത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആനന്ദമുള്ളവൻ്റെ ആനന്ദം എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആനന്ദത്തിൻ്റെ ഒരു വിചാരം നമുക്കൊരു എത്രയാണ് ഈ ആനന്ദം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. അപ്പോൾ പലപ്പോഴും ആണെന്നുണ്ടെങ്കിൽ ഇത് എത്ര വലുതാണ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ടുള്ള ഒന്നിനെ കമ്പയർ ചെയ്തിട്ടാണല്ലോ ഇത് എത്ര വലുതാണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് എത്ര അളവുണ്ട് എന്ന് പറയുമ്പോൾ നിറയെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് നിറയാണ്, അതും കൂടെ പറയണമല്ലോ. പത്തായം നിറയാണോ, കലം നിറയാണോ, പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ പോക്കറ്റ് നിറയാണോ, നിറയെ ഉണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് പോയാൽ ഇഷ്ടം പോലെ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്താണ് ഒരു സാധാരണ കേൾക്കുന്നൊരു പ്രയോഗമാണ്. എന്ത് വേണമെങ്കിലും ഇഷ്ടം പോലെ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് ചോദിക്കാൻ പോകരുത്. അപ്പം തന്നെ പറയണം ഓഹോ വളരെ നന്നാന്ന് പറയണം. കാരണം പിന്നീട് ചോദിച്ചു എന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും പറയുന്നവർക്ക്. അപ്പം അതുപോലെ ഇവിടെയും ഈ ആനന്ദമുണ്ട്, ഇഷ്ടം പോലെ ആനന്ദമുണ്ട്, ഒരുപാട് ആനന്ദമുണ്ടെന്ന് പറയുമ്പോൾ നിൽക്ക് നമുക്ക് ആനന്ദത്തെക്കുറിച്ചൊരു ചർച്ചയാവാം. ഓരോരുത്തർക്കും എത്ര ആനന്ദമുണ്ട്, ഒരു സാധാരണ മനുഷ്യന് എത്ര ആനന്ദമുണ്ട്. ആ സാധാരണ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആ സാധാരണക്കാരിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവനെടുക്കാം. ആശിഷ്ടോ ദൃഢിഷ്ഠോ ബലിഷ്ഠ, ഇങ്ങനെ അത്രയ്ക്ക്. അതായത് ഒരു സാധാരണക്കാരെന്ന് പറഞ്ഞാൽ വെറും സാധാരണക്കാരൻ, ഒരു മനുഷ്യൻ. അതാണ് മനുഷ്യരെയാണ് ഇവിടെ സാധാരണക്കാരെന്ന് പറയുന്നത്. അല്ലാതെ മനുഷ്യരിലെ സാധാരണക്കാരനെ അല്ല, മനുഷ്യനാണ് ഇവിടുത്തെ സാധാരണക്കാരൻ. എന്തുകൊണ്ടാണ് ഇവിടെ മനുഷ്യനെ സാധാരണക്കാരെന്ന് പറഞ്ഞത്? കാരണം മനുഷ്യർക്ക് ശേഷം പിന്നെയും തുടരുന്നതായ ജീവന്മാരുണ്ട്, ഗന്ധർവന്മാരുണ്ട്, യക്ഷന്മാരുണ്ട്. കാരണം അവരെയൊക്കെ പിന്നീട് അടുത്ത ലെവലായിട്ടാണ് കാണുന്നത്. യക്ഷന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ, ഇങ്ങനെ പോകുമല്ലോ. അപ്പോൾ അതിനകത്ത് ദേവന്മാർ, പിതൃക്കൾ, പിന്നെ അതിനുശേഷം പിന്നെ ബൃഹസ്പതി, ഇന്ദ്രന്, ഇങ്ങനെ പോയിട്ട് ബ്രഹ്മാവ് വരെ പോകുന്ന ആ ഒരു ഗണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ജീവന്മാരുടെ കൂട്ടത്തിൽ ആരാണ് സാധാരണക്കാരൻ? സാധാരണക്കാരൻ ഇവിടുത്തെ മനുഷ്യൻ. അപ്പം മനുഷ്യനെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ആനന്ദമുള്ളവൻ ആളിനെയാണ് അവിടെ എടുക്കുന്നത്. കാരണം ബാക്കിയുള്ളവർക്ക് അവിടം വരെ എത്താം, സാധാരണ ഒരു മനുഷ്യന് അവിടം വരെ എത്താം, അതിനപ്പുറത്തേക്ക് എത്താൻ പറ്റും. അത്രയേ ഉള്ളൂ. ഒരു മനുഷ്യനായി തുടർന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആനന്ദം എത്രത്തോളം ഉണ്ട്. അപ്പോൾ അതിനാണ് ആശിഷ്ടോ ദൃഷ്ടോ ബലിഷ്ഠ യുവാസ്യാത് സാധു യുവാധ്യായക, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് ചില്ലറയുള്ള ഒരു സാധാരണക്കാരനായ മാത്രം പോരാ, ഒരു രാജ തന്നെയായിരിക്കണം. ദൃഢിഷ്ഠനും ബലിഷ്ഠനും ആയിട്ടുള്ള രാജാവ് തന്നെയായിരിക്കണം. പിന്നെ ഈ ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ആനന്ദം അനുഭവിക്കാൻ യോഗ്യതയുള്ള ആളായിരിക്കണം. പിന്നെ ശാസ്ത്രീയമായിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അനുഭവിക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. അത് ശാസ്ത്രീയ സംഗീതത്തിലൂടെ ആനന്ദം. ഇപ്പം ചിലർ പറയുകയാണ് ഇതാണ് പരമാനന്ദം എന്ന് പറയുമ്പോൾ ശാസ്ത്രീയ സംഗീതം അറിയാവുന്നവർക്ക് മാത്രമേ അത് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്കിത് പശുർവേത്തി ഇതുണ്ടല്ലോ, ഒരു പ്രയോഗമുണ്ട്, മൃഗങ്ങൾ പോലും സംഗീതം ആസ്വദിക്കുന്നു. അങ്ങനെ ആസ്വദിക്കലെന്ന് പറഞ്ഞൊന്നുണ്ട്. പക്ഷേ ശാസ്ത്രീയ സംഗീതം അറിയാവുന്നവരെത്ര ആസ്വദിക്കുന്നു എന്നുള്ളത് ശാസ്ത്രീയ സംഗീതം അറിയാവുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇതുപോലെയാണ് എല്ലാ കലകളുടെയും കാര്യത്തിൽ. അപ്പോൾ ഇതിനകത്ത് ഓരോരുത്തരുടെയും ആസ്വാദനത്തിൻ്റെ ലെവലും ഏറെയാണ്. അപ്പോൾ ഇവിടെ ഒരു രാജാവുണ്ട്, പക്ഷേ മൂഢനായ രാജാവാണ്, അല്ലെങ്കിൽ ബദിരനായ രാജാവാണ്, അല്ലെങ്കിൽ അന്ധനായ രാജാവാണ്. ഇദ്ദേഹത്തിൻ്റെ പരമാനന്ദം എന്ന് പറഞ്ഞിട്ട് രാജാവായി എന്നുള്ളതുകൊണ്ട് ആനന്ദം എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാം ഒത്ത ഒരു രാജാവ്, അത്രയ്ക്ക് ആനന്ദം ഉണ്ടെങ്കിൽ ആനന്ദത്തിൻ്റെ ഒരു യൂണിറ്റാണ്. ഒരു പാത്രം നിറയൊന്നുമില്ല, ഒന്ന്. പിന്നീടാണ് ആനന്ദത്തിൻ്റെ മീമാംസ പോകുന്നത്. അതാണ് അതിൻ്റെ കണക്ക്. ഇതെല്ലാം പറയുന്നത് തൈത്തിരീയോപനിഷത്തിലാണ്. അപ്പോൾ അതാണ് ആനന്ദസ്യ മീമാംസ. ഏതമാനന്ദമയമാത്മാനമുപസംക്രാമതി, ഇതൊക്കെയാണ് അവിടെ തന്നെ പറയുന്നുണ്ട്. ഉപനിഷത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നത് ആനന്ദമയത്തിനെ ഉപസംക്രമിക്കുന്നു എന്ന്. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേതി
കുതശ്ചന, ആനന്ദത്തെ അറിഞ്ഞ ശേഷം ഒന്നിനെയും ഭയക്കുന്നില്ല, ഒന്നിൽ നിന്നും ഭയം ഉണ്ടാകുന്നില്ല എന്ന്. ആനന്ദോ ബ്രഹ്മേ ദിവ്യജാനാത്, ആനന്ദത്തെ ബ്രഹ്മമെന്നറിയുക. ഇങ്ങനെ ആനന്ദം ഇങ്ങനെ ആവർത്തിച്ചിട്ടുണ്ട്. ഇതിനെയാണ് ആനന്ദമയ അഭ്യാസ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഉടൻ തന്നെ ചോദിക്കുന്നു, അന്നമയ പ്രാണമയ, ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്നമയ കോശം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇപ്പം അന്നമയ കോശത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്താ, അന്നാധ്യേവ ഖൽവിമാനി ഭൂതാനി ജായന്തേ. അപ്പം ഇങ്ങനെ അന്നത്തിൽ നിന്നാണ് ഈ പ്രജകളെ മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ജാതാനി അന്നേന ജീവന്തി, ജനിച്ചവയെല്ലാം അന്നം കൊണ്ടാണ് ജീവിക്കുന്നത്. അന്നം പ്രയന്തി അഭിസംവിശന്തി, അന്നത്തിലേക്ക് തന്നെ തിരിച്ച് പോയി ലയിക്കുന്നു. അന്നരൂപ പൃഥിവ്യ എന്നവിടെ ഭാഷയുണ്ട്. അതായത് അന്നമായിട്ട് നിൽക്കുന്ന ഭൂമി തന്നെയാണ്, അതുകൊണ്ട് ഭൂമിയിലേക്ക് തന്നെ തിരിച്ച് ലയിക്കുന്നു. അപ്പോൾ അന്നത്തിൽ നിന്ന് വന്ന് അന്നത്തിനാൽ നിലനിന്ന് അന്നത്തിലേക്ക് ലയിക്കുന്നതാണ് അന്നമയ കോശം. ആ അന്നമയ കോശത്തിന് ശേഷം അടുത്തതിലേക്ക് പോവുകയാണ് പ്രാണമയനിലേക്ക്. പ്രാണാദ്യേവകൽവിമാനി ഭൂതാനി ജായന്തേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാണനിൽ നിന്നാണ് ഭൂതങ്ങൾ ഉണ്ടാകുന്നത് തുടങ്ങിയിട്ട് അങ്ങനെ പോകും. പിന്നെ ഇതേമാതിരി ആനന്ദാദ്യേവകൽവിമാനി ഭൂതാനി ജായന്തേ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇവിടെ ആനന്ദമയ കോശത്തിലേക്ക് പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ ഈ അന്നമയ കോശം എന്നും അല്ലെങ്കിൽ അന്നമയ ആത്മാ, പ്രാണമയ ആത്മാ എന്ന് പറഞ്ഞതുപോലെ ആനന്ദമയ ആത്മാ എന്നതാണ് പ്രയോഗം. ആനന്ദാത്മാ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ആനന്ദമയ ആത്മാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം മയാട്ട് ചുമ്മാ കയറിയിട്ട് ശാസ്ത്രത്തിൽ ഒരു വെറുതെ ചിലത് തോന്നിയത് പറയുക എന്നുള്ളതൊന്നുമില്ലല്ലോ. ശാസ്ത്രത്തിലൊരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്ക് ഒരു സംസ്കൃത രൂപമാണ്. സംസ്കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കരിക്കപ്പെട്ട രൂപമാണ്. പ്രാകൃത പ്രയോഗങ്ങളില്ല, പ്രാകൃത ശബ്ദമല്ലത്. അതായത് ചുമ്മാ വെറുതെ ഒരു ഹാ ഹാ എന്നൊരു പ്രയോഗം ഇതിനകത്ത് അതെന്തിനു ഇടയ്ക്കൊരു രസത്തിനിട്ടു എന്നുള്ളത് പോലെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ആനന്ദാതിശയം ഉണ്ടായിട്ട് അദ്ദേഹം പറഞ്ഞു ഹാ ഹാ എന്ന് പറയുമ്പോൾ ആ ഒരു വ്യാഖ്യാനം കൊണ്ട് ആ ഹാ ഹാ ശബ്ദത്തിൻ്റെ അർത്ഥം കിട്ടും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മീനിങ് അവിടെ ചേർന്നിരിക്കണം. ഇവിടെ ഇപ്പോൾ അതേമാതിരി ആനന്ദമയാത്മ എന്ന് പറയുമ്പോൾ ആനന്ദമയ എന്ന് പറഞ്ഞിട്ടുണ്ട്. മയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യയത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് മയ. ഈ പ്രത്യയത്തിന് പറയുന്നത് മയട്ട് പ്രത്യയം. നമ്മൾ വ്യാകരണത്തിൽ പഠിച്ചിട്ടാണ്, പ്രത്യയങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ ഒരു പ്രത്യയമാണ് മയട്ട്. അപ്പോൾ ഈ മയട്ട് പ്രത്യയം എന്തിനോടെങ്കിലും ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ ആ ചേർത്തതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരർത്ഥം കിട്ടും. ഈ അർത്ഥം രണ്ടെണ്ണത്തിൽ ഒരർത്ഥം നമുക്ക് സ്വീകരിക്കാം. രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന് മയട്ട് പ്രാചുര്യാർത്ഥേ, രണ്ടാമത്തത് വികാരാർത്ഥേ. അപ്പോൾ ഒന്ന് വികാരാർത്ഥത്തിൽ എന്താ, മയട്ട് വികാര ലവണമയം എന്ന പ്രയോഗത്തിൽ അവിടെ ലവണത്തിൻ്റെ ലവണം തന്നെ, അതായത് ലവണമയം എന്ന് പറഞ്ഞാൽ വികാരം, ലവണം തന്നെ വികാരപ്പെട്ടത് എന്നൊരർത്ഥമാണോ, രണ്ടാമത്തത് പ്രാചുര്യാർത്ഥേ ഇത് കൂടുതലാണ് എന്നർത്ഥം. ഈ രണ്ടർത്ഥത്തിൽ ഏതാണ് യോജിക്കുന്നതെന്നുള്ളത് നമ്മൾ ആ സന്ദർഭത്തിനനുസരിച്ച് എടുത്തുകൊള്ളണം. ഇപ്പം നമ്മൾ ഈ കറി എടുത്തിട്ട് പറയുകയാണ് ലവണമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉപ്പ് കൂടുതലാണെന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ ഉപ്പിൻ്റെ വികാരമാണ് ഈ കറി എന്നുള്ള അർത്ഥമില്ല. മൃണ്മയം ഘടഹ എന്നുള്ള, മൃണ്മയോയം ഘടഹ എന്നുള്ള ഒരു പ്രയോഗം നടത്തിയെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ മൃണ്മയമാണ് ഈ ഘടം എന്ന് പറഞ്ഞാൽ സുവർണമയം എന്നുള്ള പ്രയോഗത്തിൽ, അപ്പം ഈ ഘടം സുവർണമയമാണ്, ഈ ഘടം മൃണ്മയമാണ് എന്ന് പറഞ്ഞാൽ ഇത് മൃത്ത് ആണ്, ഇത് സ്വർണമാണ്. അപ്പം ഇവിടെ വികാരാർത്ഥമാണോ പ്രാചുര്യമാർത്ഥമാണോ, അതായത് ഈ ഘടത്തിൽ സ്വർണം അധികമാണ്, ഈ ഘടത്തിൽ മൃത്ത് അധികമാണ് എന്നല്ല അർത്ഥം. പകരം ഈ ഘടം മൃത്തിൻ്റെ ഘടമാണ്, ഈ ഘടം സുവർണത്തിൻ്റെ ഘടമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക്
വികാരാർത്ഥവും പ്രാചുര്യാർത്ഥവും ഇങ്ങനെ നമുക്ക് കണ്ടെത്താം. ഇതാണ് ഇതിൻ്റെ ഒരു സാമാന്യമായിട്ടുള്ള ഈ മയട്ടിൻ്റെ ഒരർത്ഥം. ഇനി നമുക്കിതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അന്നമയ വികാരം എന്നവിടെയുള്ള പ്രയോഗം ഉണ്ടല്ലോ. അവിടെ അന്നമയത്തിൻ്റെ അന്നം അധികമുള്ള കോശത്തിനെയാണോ അന്നമയ കോശം എന്ന് പറയുന്നത്, അതോ അന്നം തന്നെ വികാരപ്പെട്ട അന്നം തന്നെയാണ് ഈ കോശത്തിൻ്റെ പൂർണ്ണമായിട്ടുമുള്ളത് എന്നുള്ള വികാരാർത്ഥത്തിലാണോ? ഇതാണ് വികാരാർത്ഥം. അന്ന വികാരമാണോ അന്ന പ്രാചുര്യമാണോ അന്നമയത്തിലുള്ളത്? അവിടെ എന്താ, തീർച്ചയായിട്ടും നമുക്കറിയാം അന്നവികാരം തന്നെയാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ തന്നെ രൂപം മാറിയതാണ് ഈ ശരീരം, അല്ലാതെ മറ്റൊന്നുമല്ല. അവിടെയാണ് അന്നവികാരം എന്ന് പറയുന്നത്. അല്ലാതെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം കൂടുതലായിട്ടും ദേഹത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു, ബാക്കിയുള്ളതൊന്നും അന്നത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയുക സാധ്യമല്ല. അല്ലെങ്കിൽ ഈ ശരീരത്തിൽ കൂടുതലുള്ളത് അന്നമാണ് എന്ന് പറയുകയും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലുണ്ടല്ലോ അത് അന്നമല്ലല്ലോ, തലമുടി ഉണ്ടല്ലോ അത് അന്നമല്ലല്ലോ, അല്ലെങ്കിൽ അന്നം കഴിക്കുമ്പോഴല്ലേ ഉള്ളൂ, അത് ഉദരത്തിലിരിക്കുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ അന്നം, പിന്നീട് അന്നമല്ലല്ലോ. അതിനൊന്നും അർത്ഥമില്ല. കാരണം സമ്പൂർണമായിട്ടും ഈ ശരീരം അന്നവികാരമാണ്. കഴിച്ച അന്നം അത് തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ കഴിച്ച അന്നം അത് രൂപപ്പെട്ട് ശരീരം കുഞ്ഞിൻ്റെ ശരീരമാകുന്നു. പിന്നീട് കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ട് കഴിക്കുന്ന ശരീരം ഭാഗം കഴിക്കുന്നത് അന്നം തന്നെയാണ്. വേറെ ഒന്നും പുതുതായിട്ട് മറ്റൊരു വസ്തു ഒന്നും സ്വീകരിക്കുന്നില്ല. അപ്പോൾ അത് കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. അന്നം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കഴിക്കുന്നു അതെല്ലാമാണ് അന്നം, അല്ലാതെ വേറൊന്നുമല്ല. ഇപ്പം ഔഷധം കഴിച്ചാൽ അത് അന്നമാണ്, ലേഹ്യം കഴിച്ചാൽ അത് അന്നമാണ്, രസായനം കഴിച്ചാൽ അത് അന്നമാണ്. എന്തൊക്കെ കഴിക്കുന്നു അത് അന്നത്തിൽ തന്നെ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ചോദ്യം ഈ ഒരു ക്രമത്തിൽ കാണുന്ന ആനന്ദമയത്തിലെ ആനന്ദമയ എന്ന ആനന്ദമയാത്മാ എന്ന് പറഞ്ഞില്ല, അവിടുത്തെ മയശബ്ദം വികാരാർത്ഥത്തിലാണോ പ്രാചുര്യാർത്ഥത്തിലാണോ പ്രയോഗിച്ചിരിക്കുന്നത്? വികാരാർത്ഥത്തിലാണെങ്കിൽ ആനന്ദ വികാരമാണ് ശരീരം, ആനന്ദ വികാരമാണ് ആനന്ദമയാത്മാ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഇതുവരെ പറഞ്ഞിരിക്കുന്ന അന്നമയ വികാരമാണ് പ്രാണമയ വികാരമാണ് എന്ന് പറഞ്ഞതുമായിട്ട് യോജിക്കും. ഇനി ആനന്ദമയ ആത്മാ എന്ന് പറഞ്ഞിടത്ത് മയട്ടിന് വികാരമല്ല പ്രാചുര്യമാർത്ഥമാണ് എന്ന് പറഞ്ഞാൽ യോജിക്കുകയില്ല. ഇതാണ് നമ്മൾ ജനറലായിട്ട് അറിയാവുന്നത്. അപ്പോൾ ഈ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പൂർവക്ഷമാണ്. പൂർവക്ഷക്കാർ പറയുന്ന ഇതാണ്: വികാരശബ്ദാത് ന ഇതി ചേത് ന പ്രാചുര്യാത്. അപ്പോൾ വികാരശബ്ദം തന്നെയാണ് ആനന്ദമയ ആത്മാ എന്ന പ്രയോഗത്തിലുമുള്ളത്. അതാണ് വികാരശബ്ദാത്. വികാരശബ്ദം തന്നെയാണ് ന ഇതി. വികാരശബ്ദം തന്നെയാണ്. അതിനാൽ ന ഇതി, അതിനാൽ അത് ബ്രഹ്മമല്ല എന്നാണെങ്കിൽ, അതായത് ആനന്ദമയ ആത്മാ ബ്രഹ്മമല്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ ഈ മയട്ടിന് വികാരാർത്ഥമാണ് എന്ന് പറഞ്ഞാൽ അതിന് ന, അങ്ങനെയല്ല, പ്രാചുര്യ, ആ അർത്ഥം അവിടെ കൊടുക്കണ്ട, പകരം വികാരാർത്ഥം കൊടുക്കണ്ട, പ്രാചുര്യാർത്ഥം കൊടുക്കണം എന്ന് സൂത്രം. സൂത്രം എന്താ? ഞാൻ പറഞ്ഞല്ലേ, ഇതിനകത്ത് നമ്മൾ പൂർണ്ണമായിട്ടും കാണണം. ഇത് മുഴുവൻ പൂർവപക്ഷമാണ്, അത് അറിഞ്ഞുകൊണ്ട് തന്നെ നിൽക്കണം, അല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവും, ടോട്ടൽ കൺഫ്യൂഷനിലേക്ക്. അങ്ങനെ വരരുത്. പൂർണ്ണമായിട്ടും പ്രതിപക്ഷത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്ത് സൂത്രം സിദ്ധാന്തം പോലെ പറയും, പക്ഷേ പ്രതിപക്ഷമാണ്. അപ്പം പറയുന്നത് ന പ്രാചുര്യാത്, അതും പൂർവപക്ഷമാണ്. അല്ല, പ്രാചുര്യാർത്ഥം ഇവിടെ എടുക്കണം. ഇപ്പം പ്രാചുര്യാർത്ഥം എടുത്തു കഴിഞ്ഞാൽ എന്താ? ആനന്ദമയ ആത്മാവിൽ ആനന്ദമുണ്ട്. ഇപ്പം പ്രിയം, മോദം, പ്രമോദം എന്നൊക്കെയുള്ള പറച്ചിലുകളുണ്ടല്ലോ. പക്ഷേ അവിടെ പ്രാചുര്യാർത്ഥത്തിൽ തന്നെ എടുത്താൽ മതി. കാരണം എന്താ? ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറയുന്നുണ്ട്, കൂട്ടത്തിൽ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആനന്ദമയാത്മാ എന്ന് പറഞ്ഞാൽ അവിടെ ആ മയട്ടിന് പ്രാചുര്യാർത്ഥമാണ് എടുക്കേണ്ടത്. കാരണം ആനന്ദ അധികമുള്ള
ഒരു കോശത്തെക്കുറിച്ച് പറയുന്നു. ആ ആനന്ദം അധികമുള്ള കോശത്തിലെ ആനന്ദം എന്ന് പറയുന്നത് അതിനെ ആനന്ദമയം, അതാണല്ലോ ആനന്ദമയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അർത്ഥം എടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ആനന്ദം അധികമുള്ള കോശം എന്നേ അർത്ഥം അവിടെ എടുക്കേണ്ടതുള്ളൂ. അല്ലാതെ ആനന്ദത്തിൻ്റെ വികാരമാണ് ഈ കോശം എന്നുള്ള അർത്ഥം എടുക്കരുത് എന്നാണ് പൂർവപക്ഷം പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ അതോടൊപ്പം പിന്നെയും ഈ ആർഗ്യുമെൻറ്റിൽ പോവുകയാണ്. തത് ഹേതുവ്യപദേശാച്ച, അടുത്ത സൂത്രത്തിൽ പറയുകയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് പ്രാചുര്യാർത്ഥത്തെ പറയുന്നു? കാരണം ഈ ആനന്ദം അവിടെ ഇരുന്നു കൊണ്ട് അവിടെ ആനന്ദം സ്വരൂപമായിട്ടിരിക്കുകയല്ല, പകരം ആനന്ദം അവിടെ ആനന്ദിപ്പിക്കുന്നവനായിട്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആനന്ദിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആനന്ദിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താണ് അർത്ഥം എടുക്കേണ്ടത്? ഏഷഹ്യേവാനന്ദയാതി എന്നൊക്കെയുള്ള പ്രയോഗമുണ്ട്. അവനെ ആനന്ദിപ്പിക്കുന്നു, ഇങ്ങനെ ഈ ഒരു പ്രയോഗമുള്ളത് കാരണം അവിടെ തത് ഹേതു വ്യപദേശാത്, അതായത് ഏഷഹ്യേവാനന്ദയാതി, ഇവൻ തന്നെയാണ് ആനന്ദിപ്പിക്കുന്നത് എന്ന് ശ്രുതി പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ബ്രഹ്മം തന്നെ എല്ലാവരുടെയും ആനന്ദത്തിന് കാരണം. അതുകൊണ്ടാണ് ആനന്ദമയനിൽ ആനന്ദം അധികമുണ്ട്, ആ അധികമുള്ള ആനന്ദമാണ് ബ്രഹ്മം. ആ ബ്രഹ്മമാണ് എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നത്. ഇപ്പം നമ്മുടെ ബ്രഹ്മാന്വേഷണം എവിടെ എത്തണം? ആനന്ദമയ കോശത്തിലേക്ക് എത്തണം. അവിടെ ആനന്ദമയ കോശത്തിൽ അധികമുള്ള ആനന്ദം ബ്രഹ്മമാണെന്നറിയണം. എന്നിട്ട് ആ ബ്രഹ്മമാണ് എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നത് എന്നറിയണം. ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഇതാരും ശരിയാണല്ലോ എന്ന് തോന്നും. അതുകൊണ്ടാണ് പൂർവപക്ഷം എന്ന് പറഞ്ഞത്. അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ. ഇനി അതിൻ്റെ കൂട്ടത്തിൽ മാന്ത്രവർണികമേവച്ച ഗീയത്തെ, അടുത്ത സൂത്രം. അപ്പോൾ നമ്മളിപ്പം ചർച്ച ചെയ്യുന്ന ഭാഗം ബ്രഹ്മവിദാപ്നോതി പരം എന്ന് പറയുന്ന തൈത്തിരീയോപനിഷത്തിലെ ആ മന്ത്രഭാഗമാണ്. അപ്പോൾ അവിടെ മാന്ത്രവർണികം എന്ന് പറഞ്ഞാൽ മന്ത്രത്താൽ വർണ്ണിക്കുന്നത് എന്തിനെക്കുറിച്ചാ? സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, ആനന്ദോ ബ്രഹ്മേ ദിവ്യജാനാത്, ആനന്ദത്തെക്കുറിച്ചാണ്. അതാണ് മന്ത്രത്താൽ വർണ്ണിക്കുന്നത്, ആനന്ദത്തെക്കുറിച്ച് തന്നെയാണ്. അതാണ് മാന്ത്രവർണികമേവച്ച ആപ്നോതി എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് സത്യജ്ഞാനം അനന്തം ബ്രഹ്മ, ഇപ്രകാരം എല്ലാം ബ്രഹ്മത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അവിടെ എല്ലാം പറയുന്നത് അന്യോന്തരാത്മാ പ്രാണമയ, അന്യോന്തരാത്മാ മനോമയ, അന്യോന്തരാത്മാ വിജ്ഞാനമയ, അന്യോന്തരാത്മാ ആനന്ദമയ. ഇങ്ങനെ അന്തരഃ ആത്മാ, അന്യഃ, ഈ പ്രയോഗമുണ്ട്. 3 വാക്കുകൾ അവിടെ ശ്രദ്ധിക്കണം. 1 അന്യഃ, 2 അന്തരഃ, 3 ആത്മാ. അപ്പോൾ അന്യവും അന്തരവും ആത്മാ. ഈ 5ാമത്തെ നമ്മൾ ഈ ആനന്ദമയനിലെത്തിയല്ലോ. ആനന്ദമയനിലെത്തിയതിന് ശേഷം അന്യഃ അന്തരഃ ആത്മാ എന്ന് പറഞ്ഞ് 6ാമതൊരാത്മാവിനെ അവിടെ പറയുന്നില്ല. അതുകൊണ്ട് ആനന്ദോഹ്യേവ ആനന്ദയാതി. അപ്പോൾ ഇവനാണ് ആനന്ദിപ്പിക്കുന്നതെന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഈ 5ാമത് നമ്മൾ കണ്ട ആനന്ദമയൻ തന്നെയാണ് എന്ന്. അതാണ് മാന്ത്രവർണികമേവച്ച എന്ന് പറഞ്ഞാൽ മന്ത്രത്താൽ വർണ്ണിക്കുന്നത്. മാന്ത്രവർണികം എന്ന്. ഇനി അതുപോലെ തന്നെ പറയാണ് ന ഇതരഹ അനുപപത്തേഹേ, മറ്റൊന്നല്ല, മറ്റൊന്നും തന്നെ അവിടെ യോജിക്കുന്നില്ല. ആനന്ദമയൻ തന്നെയാണ് ബ്രഹ്മം, അതല്ലാതെ മറ്റൊന്നും അവിടെ യോജിക്കുന്നില്ല. 16ാമത്തെ സൂത്രം. എന്തുകൊണ്ട്? ന അനുപപത്തേഹേ, അനുപപത്തേഹേ എന്ന് പറഞ്ഞാൽ യോജിക്കാത്തത് കൊണ്ട്. പ്രകൃതത്തിൽ പറഞ്ഞിരിക്കുന്ന ആനന്ദമയൻ തന്നെ ബ്രഹ്മമാണ്, മറ്റൊന്നും അവിടെ യോജിക്കത്തില്ല. ഇതാണ് അതിൻ്റെ അർത്ഥം. എങ്ങനെ പറയാൻ പറ്റും?
സോ കാമയത ബഹുസ്യാം പ്രജായേതി ഇങ്ങനെ പറയുമല്ലോ. സതപോതപ്യത സതപസ്തത്വ ഇദഗും സർവമസൃജത. തൈത്രീയം 2:6 പറയുന്നുണ്ട്. അവൻ കാമഹ സഹ അകാമയത, അവന് ആഗ്രഹിച്ചു. അവൻ ആഗ്രഹിച്ചു എന്ന പ്രയോഗം അവിടെയുണ്ട്. ബഹുസ്യാം പ്രജായേതി, ഞാൻ പലതായി തീരട്ടെ എന്ന്. അപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഈ സൃഷ്ടിക്ക് മുമ്പുള്ള ഇവൻ്റെ ഈ ആലോചനയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ ആനന്ദമയനിൽ തന്നെയാണ് എന്നാണ് അവിടുത്തെ ആർഗ്യുമെൻറ്റ്. പിന്നെ അതേമാതിരി പറയുന്നതാണ് ഭേദവ്യപദേശാച്ച. ഭേദവ്യപദേശാച്ച ഭേദത്തെ വേർതിരിച്ചു പറഞ്ഞിട്ടുള്ളതിനാൽ. എങ്ങനെയാ ഭേദത്തെ വേർതിരിച്ചു പറഞ്ഞിരിക്കുന്നത്? തൈത്തിരീയത്തിലെ 2:7 പറയുന്നുണ്ട്. രസോ വൈസഹ രസം ഹ്യേവായം ലബ്ധ്വാ ആനന്ദീ ഭവതി എന്ന്. അപ്പോൾ ഇവിടെ ഭേദവ്യപദേശാത്, ഭേദത്തെ യേശഃ യേശഹ്യേവ ആനന്ദയാതി എന്നൊക്കെയുള്ള പ്രയോഗം ഉണ്ടല്ലോ. അവിടെയാണെങ്കിൽ രസോവൈസഹ രസം ലബ്ധ്വാഹി ഏവം ആനന്ദീ ഭവതി എന്നുള്ളത്. അപ്പം രസത്തെ കിട്ടിയിട്ട് ഇവൻ ആനന്ദിക്കുന്നു എന്ന ഒരു പ്രയോഗമാണ് ഉള്ളത്. അപ്പം ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ഇതാണ് അതിൻ്റെ സൂത്രത്തിൻ്റെ അർത്ഥം. അതായത് ഈ സൂത്രം എന്ന് പറയുന്നത് ഒരു ആർഗ്യുമെൻറ്റ് തിരിച്ചങ്ങോട്ടിടുകയാണ്, ഒരു കൗണ്ടർ ആർഗ്യുമെൻറ്റ് പോലെ തിരിച്ചിടുകയാണ്. നിങ്ങൾ പറയുകയാണ് ആനന്ദത്തിന് അനുഭവിക്കുന്നവനാണ് ജീവൻ, അല്ലാതെ ആനന്ദം തന്നെയാണ് ജീവൻ എന്ന് പറയുകയില്ലല്ലോ. അതായത് ഈ മന്ത്രം ഇതാണ്. രസോ വൈസഹ രസം രസഗുഹ്യേവായം ലബ്ധ്വാ ആനന്ദീ ഭവതി. രസത്തെ പ്രാപിച്ചിട്ടാണ് ആനന്ദിയാവുന്നത്. ജീവന് രസം ലഭിക്കുന്നു, ബ്രഹ്മരസം, രസം എന്ന് പറയുന്നത് ബ്രഹ്മരസം, ആനന്ദം, അതനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് കാരണം ഇവിടുത്തെ ചോദ്യം ഇതാണ്, ആനന്ദമയൻ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ജീവാത്മാവിനെയാണോ ബ്രഹ്മത്തെയാണോ എന്ന് മാത്രമല്ല വേറൊരു പ്രയോഗമുണ്ട്. നാന്യോ അതഹ അസ്തി ദ്രഷ്ട. ദ്രഷ്ടാവായിട്ട് ഇവനല്ലാണ്ട് മറ്റൊരുവനില്ല എന്ന്. പരബ്രഹ്മം തന്നെയാണ് ദ്രഷ്ടാവായിട്ടും ഉള്ളത്. നമ്മൾ ദ്രഷ്ടാശ്രോത എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ദ്രഷ്ടാ തന്നെയാണ് പരബ്രഹ്മം, പരബ്രഹ്മം തന്നെയാണ് ദ്രഷ്ട എന്ന് ബൃഹദാരണ്യത്തിൽ ശ്രുതിയും പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ആവട്ടെ. അതാണ് അതിൻ്റെ ഒരു ആൻസർ. അപ്പോൾ ആൻസർ എന്തായി? അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനെങ്ങനെയാണ് പറയുന്നത്? അതായത് രണ്ടറിയണം, രണ്ടുണ്ട് എന്നറിയണം. ഏതാ രണ്ടുണ്ട്? ഒന്ന് സഗുണവുമുണ്ട്, രണ്ട് നിർഗുണവുമുണ്ട്. നിർഗുണ ബ്രഹ്മം എന്ന് പറയുന്നതും പിന്നെ സഗുണ ബ്രഹ്മവും എന്നുള്ള ഈ ഭേദത്തെ നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയണം എന്ന ആൻസറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. ഒരുവൻ വാളും പരിചയും കയ്യിൽ ധരിച്ചിട്ട് കയറിൽ കൂടി ആകാശത്തേക്കൊരുവൻ പോയി. കയറിപ്പോകുന്ന ഇന്ദ്രജാലക്കാരനായ മായാവി. ഈ മായാവി അങ്ങനെ പോകുന്നത് ഇവിടെ ആൾക്കാർ കണ്ടുകൊണ്ടുവന്നുകൊണ്ട് സ്തബ്ധരായിട്ട് നിൽക്കുന്നു. യഥാർത്ഥത്തിൽ എങ്ങും പോകാതെ ഒരുവൻ ഭൂമിയിൽ നിൽക്കുന്നു. അപ്പോൾ ഒരുവൻ ഭൂമിയിൽ നിൽക്കുകയും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിൽക്കുന്നവനെ കാണാതെ ആകാശത്തിൽ കയറിൽ കൂടെ കടന്നു പോകുന്നവനെ കാണുകയും ചെയ്യുന്നു. ഇതാണ് മിഥ്യ എന്ന് പറയുന്നത്. ഇതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇതിൽ സഗുണമേത് നിർഗുണമേതെന്ന ഈ ഉദാഹരണത്തിലെ നിർഗുണം എന്ന് പറയുന്നത് ആരും അറിയാത്തവനായിട്ട് അവിടെ നിൽക്കുന്ന ഇന്ദ്രജാലക്കാരൻ. പിന്നെ സഗുണമേതാന്ന
ആ വ്യക്തി തന്നെയാണ് ഈ വാളും പരിചയം ധരിച്ചുകൊണ്ട് രാജാവേഷത്തിൽ കയറിൽ കയറി മുകളിലേക്ക് പോകുന്നത്. ഇപ്രകാരം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗമുള്ളത് ഈ സഗുണവും നിർഗുണവും തമ്മിലുള്ള ഭേദത്തെ നമുക്ക് ബോധിപ്പിച്ചു തരുന്നു. അപ്പോൾ ഇത് ഭേദവ്യപദേശാ, ഈ ഭേദത്തെ ഇവിടെ കാണിച്ചു തരുന്നു എന്ന്. ഏതാ ഭേദം എന്ന് പറയുന്നത്? ആനന്ദം ലഭിച്ചിട്ട് ആനന്ദിയാവുന്നു എന്ന് പറയുന്നതും ആനന്ദം ബ്രഹ്മമാണ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. കാമാച്ച ന അനുമാനാപേക്ഷ. അപ്പോൾ ഈ രണ്ട് സൂത്രങ്ങൾ നൈതരഹ അനുപത്തേഹേ പിന്നെ ഭേദവ്യപദേശ, ഈ രണ്ടെണ്ണത്തിനകത്ത് ഈ ആനന്ദമയ ശബ്ദം പരമാത്മാ തന്നെയാണ് എന്ന് നൈതരഹ അനുപത്തേഹ എന്ന് പറയുന്നിടത്ത് ആനന്ദമയ ശബ്ദം പരമാത്മാ തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് നൈതരഹ അനുപത്തേഹ എന്നവിടെ പറഞ്ഞത്. അതേമാതിരി തന്നെ ഭേദവ്യപദേശാത്, ഭേദം എന്ന് ഭേദമായിട്ട് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ ആനന്ദമയം എത്തിയതിനു ശേഷം പിന്നെ ഒന്നും പറയുന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ് ഇവിടെയും കൊണ്ടുവരുന്നത്. ഇവിടെയൊക്കെ പറയുന്ന പരാമർശം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്, അതായത് ആനന്ദമയം തന്നെയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ പറയുന്നത്. അടുത്ത സൂത്രം കാമാച്ച ന അനുമാനാപേക്ഷ. അപ്പം പിന്നെ ഈ മന്ത്രത്തിൽ തന്നെ കാണാം സോ കാമയത, അവിടെ കാമത്തെക്കുറിച്ച് അവിടെ പറയുന്നു. അതായത് അവൻ ആഗ്രഹിച്ചു പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സോ കാമയത എന്നവിടെ പറയണമെന്നുണ്ടെങ്കിൽ അചേതനമായിട്ടുള്ള പ്രധാനത്തിന് കാമന സാധ്യമല്ല. ഇപ്പം ചേതന തന്നെയായിരിക്കണം. പിന്നെ ആ ചേതനാവാൻ എന്ന് പറയുന്നത് ജീവൻ, പരിമിതനായ ജീവനും സാധ്യമല്ല. അതുകൊണ്ട് കാമിച്ചവൻ എന്ന് പറയുന്നത് സാക്ഷാൽ ബ്രഹ്മത്തെ തന്നെയാണ്. അതിനാൽ ആനന്ദമയ ശബ്ദം കൊണ്ട്, ഇപ്പോൾ ഇതുവരെയും പറഞ്ഞ ആർഗ്യുമെൻറ്റിൻ്റെ അർത്ഥം ഇതാണ്. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് കാരണം, അതായത് ഈ സൃഷ്ടിക്കുള്ള കാരണമെന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാം ആനന്ദമയനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, പ്രധാനത്തെക്കുറിച്ചല്ല എന്ന ആർഗ്യുമെൻറ്റുമാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. അതിനാൽ ആനന്ദമയ ശബ്ദത്താൽ പ്രധാനമോ ജീവനോ നിർദ്ദേശിക്കപ്പെടുന്നില്ല. ഈക്ഷതേർ നാ ശബ്ദം എന്ന 5-ാം സൂത്രത്താൽ ഇവിടെ നമുക്ക് കാണുന്നത് അവിടെ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന ആ ബ്രഹ്മം തന്നെയാണ് എന്ന്. തസ് അസ്മിന്നസ്യ ച തദ്യോഗം ശാസ്തി, 19-ാമത്തെ സൂത്രത്തിൽ പറയുന്നു ഈസ് ഇതുകൊണ്ട്, അസ്മിൻ ഇതുകൊണ്ട് ആനന്ദമയ ശബ്ദം പ്രധാനത്തിലോ ജീവനിലോ അല്ല പ്രയോഗിക്കേണ്ടത്, പകരം അസ്മിൻ ഈ ആനന്ദമയനിൽ, അസ്യ ഈ ജീവന്, തദ്യോഗം ആ യോഗമുണ്ടാകുന്നതിനെ ശാസ്തി ഉപദേശിക്കുന്നു. അതായത് ആനന്ദമയനിൽ ജീവൻ എത്തണം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഉപദേശം. ഇപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതാണ്. ആനന്ദമയ കോശത്തിൽ വരെ, ആനന്ദമയ ആത്മാവിൽ വരെ ഒരുവൻ എത്തേണ്ടതുള്ളൂ. ആനന്ദമയ ആത്മാവിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ ആനന്ദ പ്രാപ്തി നേടുന്നു. അതോടുകൂടി തദ്യോഗം എന്ന് പറഞ്ഞാൽ ബ്രഹ്മപ്രാപ്തിയാണ് ഉദ്ദേശിക്കുന്നത്, മോക്ഷം. തദ്യോഗം ആപ്നോതി, തദ്യോഗം ശാസിക്കുന്നു, ഉപദേശിക്കുന്നു. ഇങ്ങനെയാണ് ഈ ആനന്ദമയ കോശ, ആനന്ദമയ ആത്മ എന്ന് പറഞ്ഞിരിക്കുന്നതിനെ വിശകലനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആനന്ദമയ അധികരണം. അപ്പോൾ ഇത് ഇത്രയും നേരം പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? ഇത്രയും നേരം പറഞ്ഞിരിക്കുന്നിടത്ത് ഒറ്റ പോയിൻ്റേ നമ്മൾ എടുക്കേണ്ടതുള്ളൂ. ആ പോയിൻ്റ് ഇതാണ്: ആനന്ദമയ ആത്മാ ബ്രഹ്മമാണ് എന്നത് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചു.
എന്തുകൊണ്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആനന്ദമയ ആത്മാ ബ്രഹ്മമല്ല, അത് എല്ലായിടത്തും. കൗണ്ടർ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അതായത് എന്ന് പറഞ്ഞാൽ ആൻസർ, കൗണ്ടർ ആർഗ്യുമെൻ്റ് എന്നുള്ള ഒരു ഭാഗം എടുക്കണ്ട, ആൻസർ സിദ്ധാന്തം പറയുന്നത് ഇവിടെയാണ്. ഇത്രയും നേരം ഈ മയട്ടിന് വികാരാർത്ഥം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആനന്ദമയിൽ എത്തിക്കഴിയുമ്പോൾ മയട്ടിന് പ്രാചുര്യാർത്ഥം കൊടുക്കാൻ പറയുന്നത് ശരിയല്ല. അവിടെ അർദ്ധജരതി ന്യായം കൊണ്ടുവരണം. അതായത് ഒരു വ്യക്തിയുടെ പകുതി ഭാഗം 90 വയസ്സായി, പകുതി ഭാഗം 12 വയസ്സായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ എന്ന് പറഞ്ഞ മാതിരി പഞ്ചകോശങ്ങളുടെ കാര്യം പറയുമ്പോൾ അന്നമയം പ്രാണമയം പറയുന്നിടത്തൊക്കെ നിങ്ങൾ വികാരാർത്ഥം എടുക്കുകയും ആനന്ദമയനിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഉടൻ തന്നെ കയറിയിട്ട് അത് വികാരാർത്ഥം വേണ്ട, പ്രാചുര്യാർത്ഥം എടുത്താൽ മതി എന്ന് പറയുന്നത് ശരിയല്ല. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അതുകൊണ്ട് ആനന്ദമയൻ ബ്രഹ്മമല്ല. ഇതാണ് ഭാഷ്യം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് ഈ ഭാഷ്യം ആണിവിടെ ഇത് നിഷേധിക്കേണ്ടതാണെന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. അല്ലാത്ത പക്ഷം നമ്മളിത് അറിയാണ്ടങ്ങ് എടുത്തു. ഇപ്പം ഇങ്ങനെയാണ് ഈ ബ്രഹ്മസൂത്രത്തിൽ പലയിടത്തും ഉണ്ടല്ലോ ഈ പ്രശ്നങ്ങളുള്ള സൂത്രങ്ങളുണ്ടല്ലോ. ആ സൂത്രങ്ങൾ ഇങ്ങനെ ചിലർ വിചാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന സൂത്രങ്ങളാണെന്ന് അറിയാതെ ഇത് ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അത് സിദ്ധാന്തമായിട്ട് എടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കാൻ പോകരുത്. അങ്ങനെയുള്ള ഉണ്ട്. അതുകൊണ്ടാണ് ഈ അപശുദ്രാധികരണം എന്നൊക്കെ പറഞ്ഞ ചില സൂത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് ഈ മാതിരിയുള്ള ഓരോരുത്തർക്ക് ഇങ്ങനെയാണ് ചിലർ വിചാരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ചിലത് അഡീഷണലായിട്ട് ചേർത്തിരിക്കുന്ന ചില സൂത്രങ്ങളുണ്ട്. അതായത് ഈ സംസ്കൃതം അറിയാവുന്ന ആൾക്കാരാണല്ലോ അന്ന് കാലത്തെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇതൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഗ്രന്ഥമാണ്. ഇതിനകത്തോട്ട് 2 വരി എൻ്റെ വകയായിട്ട് ഇരുന്നോട്ടെ 2 വരി എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒരെണ്ണം ചേർക്കണമെന്നുണ്ടെങ്കിൽ അക്കാലത്തല്ലേ ഓലഗ്രന്ഥം എഴുതുന്നല്ലേ 2 വരി എഴുതി ചേർക്കാൻ പാടൊന്നുമില്ല. അതുകൊണ്ട് പക്ഷേ അതിൻ്റെ അർത്ഥം ഇതിനകത്തുള്ള മുഴുവനും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കൂട്ടിച്ചേർത്താണെന്ന് അതല്ല. നമ്മളിതിനെ സ്വീകരിക്കുന്നത് അങ്ങനെ തന്നെ. പണ്ട് തൊട്ട് തന്നെ ഇത് ഈ തരത്തിൽ ട്രഡീഷണലായിട്ട് ടെക്സ്റ്റ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ കലർപ്പുണ്ട് എന്നുള്ളത് നമ്മൾ എടുക്കേണ്ട. പകരം എന്ന് പറയുന്നത് അങ്ങനെ ബ്രഹ്മസൂത്രത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിൽ സംശയമുള്ള ഭാഗം വരികയാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മമല്ല എന്ന് ഉറപ്പുള്ള ഭാഗം ആണ് എങ്കിൽ അത് ബ്രഹ്മത്തെക്കുറിച്ചോ ബ്രഹ്മജ്ഞനെക്കുറിച്ചോ അല്ലെങ്കിൽ സത്യത്തെക്കുറിച്ചോ എന്തിനെക്കുറിച്ചെങ്കിലും ഇതിന് മറ്റുള്ള ഭാഗങ്ങൾക്ക് യോജിക്കാത്ത പ്രയോഗമാണ് അവിടെ നടത്തുന്നുണ്ടെങ്കിൽ അത് പൂർവപക്ഷമായിട്ട് തന്നെ കാണേണ്ടതുള്ളൂ. പൂർവപക്ഷം പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പൂർവപക്ഷം കൂടെ പറയുന്നതാണല്ലോ സിദ്ധാന്തത്തിൻ്റെ ബലം എന്ന് പറയുന്നത്. അപ്പോൾ പൂർവപക്ഷം എന്ന് പറയുന്നത് സിദ്ധാന്തത്തിൻ്റെ ബലമാകുന്നു. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന ആനന്ദമയ അധികരണം.